യെസ്, താങ്ക് യു ലിലു ആൻഡ് താങ്ക് യു ജയശ്രീ. ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. തിരിച്ചു പറയില്ല. അപ്പൊ എല്ലാവരും ഇന്ന് നിങ്ങളുടെ സുഹൃത്തു ബന്ധുവും വിളിച്ച് ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന നിങ്ങളെ അവരെ ഞാൻ ഒരിക്കൽ കൂടി വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഇന്ന് നമ്മളൊരു പുതിയ ആശയത്തെ കുറിച്ചാണ്. അല്ല, എന്നെ പരിചയപ്പെടുത്തുന്നത് വേണോ? ഇതിനും വേറെ സ്വയം പൊക്കി എനിക്ക് വേറെ കണ്ടല്ല. ഈ പിള്ളേരെ കൊണ്ടൊക്കെ ഇത്രയും വിളിപ്പിച്ച് ഇനി ഞാൻ പറയാന്ന് വെച്ചാൽ അറുപടാവില്ലേ അല്ലെ? ചിലരെന്നെ അങ്ങനെയൊക്കെ വിളിക്കാറുണ്ട്. SP സ്വയം ആണോ? സ്വയം പൊങ്ങിയ ആളിവിടെ നിൽക്കുന്നതെന്ന് തോന്നുന്നു. നിങ്ങൾ കയ്യിൽ ആയിക്കോട്ടെ, അങ്ങനെ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി താടിക്കാരൻ പറഞ്ഞത് ഞാൻ ചേട്ടനാണ്. അവൻ പറഞ്ഞത് ശരിയാണോ വേണം? ആരാണ് ഇങ്ങനെ കണ്ടിട്ട് നിന്ന് തോന്നുന്നത്? നിങ്ങൾ തീരുമാനിച്ചു ഞാനാണ് ചേട്ടൻ, അവനാണ് ചേട്ടൻ. ആരാ ചേട്ടൻ? എന്നെ ചേട്ടനാക്കുമ്പോൾ നിങ്ങൾ പറയും. ഇത് വേറെ ബിസിനസ്സായിട്ട് കണക്കുകൊണ്ട ഒരു ആസ് എ ഹ്യൂമൻ ബീയിങ് നിലയ്ക്ക് ഞാനാണ് ചേട്ടൻ, അവനാണ് ചേട്ടൻ. ആരും എന്തെങ്കിലും ആവട്ടെ. യെസ്, ഓക്കെ, ചേട്ടൻ ഞാൻ തന്നെ മനസ്സ് നന്നാവും അല്ലെ? അപ്പോ ഇത് പ്രധാനമായിട്ട് പറയണത് നമുക്ക് 5 തരത്തിലെ സമ്പത്ത് എന്നാ പറയും. 5 തരത്തിലെ സമ്പത്ത് ഒരു മനുഷ്യൻ സ്വന്തമാക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ സമ്പത്ത് എന്ന് പറയുന്നത് ടൈം വെൽത്താണ്, സമയം. സമയത്തെ നമുക്ക് ഒരുപാട് ഉണ്ടാക്കാൻ. ആർക്കൊക്കെ ഒരുപാട് സമയമുണ്ടോ അവർക്ക് എന്തുണ്ട്? ടൈം വെൽത്ത്. എങ്കിലും ചോദ്യം, നിങ്ങൾക്ക് ഇന്ന് സമയം ഉണ്ടാക്കി വന്നവരല്ലേ നിങ്ങൾ? അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങൾക്ക് ഒരു കൈയ്യടി കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തുണ്ട്? ടൈം വെൽത്തിന്റെ സ്വന്തമായിട്ടുള്ള ആളുകളാണ്. ഓക്കെ, അടുത്തൊരു വെൽത്താണ് ഫിസിക്കൽ വെൽത്ത് എന്ന് പറയുന്നത്. ഫിസിക്കൽ വെൽത്ത് എന്ന് പറയുമ്പോൾ 1, ആരോഗ്യമില്ലാത്തൊരു ശരീരം നിങ്ങൾക്കുണ്ടോ? 2, എന്ത് ചെയ്യാനും എനർജിയുള്ള ഒരു ശരീരം നിങ്ങൾക്കുണ്ടോ? 3, എത്ര പ്രായമായാലും ഇതേപോലെ തന്നെ ജീവിക്കാനുള്ള പണം നിങ്ങളുടെ കയ്യിലുണ്ടോ? എങ്കിൽ നിങ്ങൾ ഫിസിക്കൽ വെൽത്ത് ഉണ്ടോ? ചോദ്യം 1, അസുഖമില്ലാത്ത ഒരു ശരീരം നിങ്ങൾക്കുണ്ടോ? 2, എനർജി ഉള്ള ഒരു ശരീരം നിങ്ങൾക്കുണ്ടോ? 3, എത്ര പ്രായമായാലും ഇതേപോലെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക അവസ്ഥയിൽ നിങ്ങളുണ്ടോ? അപ്പൊ നമുക്ക് ഇന്ന് ഈ സ്ഥാനത്തിലേക്ക് നമ്മൾ പോകുന്നത് എങ്ങനെയാണ് ഫിസിക്കൽ വെൽത്തും ഫിനാൻഷ്യൽ വെൽത്തും ഉണ്ടാക്കിയെടുക്കുക. പഠിക്കണോ? വേണോ? ഇന്ന് വന്നതിന് വേണ്ടിട്ട് തന്നെ. അപ്പൊ എന്നെ പരിചയപ്പെട്ടല്ലോ, ഇനി എനിക്ക് നിങ്ങളൊന്നും പരിചയപ്പെടാം. യെസ്, പക്ഷേ നിങ്ങളുടെ എല്ലാവരും 10-800 ആളെ വിളിച്ച് പരിചയപ്പെട്ട പ്രാക്ടിക്കലാണോ? അല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളിപ്പോൾ 4 ആക്കി തിരിക്കാം. ഞാൻ നിങ്ങളെ ഇപ്പോൾ 800 പേര് 200 പേരുടെ 4 ആക്കി തിരിക്കാം. അപ്പൊ ഏത് 200 പേരുകൾ നിങ്ങൾ ഒതുങ്ങുന്ന നിങ്ങൾ തന്നെ തീരുമാനിച്ചത്. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ നോക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതം 4 സ്റ്റേജിൽ ജീവിക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്. 1, സ്ട്രഗ്ലിംഗ്, അതായത് ജോലിയുണ്ട്, ബിസിനസ്സുണ്ട്, വരുമാനമുണ്ട്, പക്ഷെ കടത്തിന് യാതൊരു കുറവില്ല. എങ്ങനെ? ജോലിയുണ്ട്, ബിസിനസ് ഉണ്ട്, എന്നാൽ കടമുണ്ട്. എങ്കിൽ കടമുള്ള നിങ്ങൾ എന്ത് ചെയ്തു? ആദ്യത്തെ 200 പേരും നിങ്ങളുണ്ട്. കൈ പൊക്കാൻ തുടങ്ങി, ആകെ പ്രശ്നം. അപ്പൊ എന്താണ് സ്ട്രഗ്ലിംഗ്? വരുമാനമുണ്ട്, പക്ഷെ എന്തുണ്ട്? കടമുണ്ട്. നിങ്ങളൊന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലെ? ഒരു കടമില്ലാത്തൊരു ദിവസം സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ സാധിച്ചില്ല അല്ലെ? സ്വസ്ഥമായിട്ട് ഒന്ന് ഉറങ്ങാൻ സാധിച്ചിരിക്കും കടമില്ല. എത്ര പേരെങ്ങനെ ചിന്തിക്കുന്നുണ്ട് അല്ലെ? ഇങ്ങനെ പറയുമ്പോൾ ആരോഗ്യമുള്ള ഒരാൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷേ അസുഖമുള്ള ഒരാൾക്ക് ഒരൊറ്റ ആഗ്രഹമുണ്ടാവും. എന്താണ്? അസുഖം മാറാൻ അല്ലെ? അപ്പൊ ഇവിടെ ഇന്ന് ഈ പ്രൊജക്ട് ഏകദേശം ഇപ്പൊ സമയം 12:20. ഈ 12:20 ഇപ്പൊ സമയം ഞാൻ നിങ്ങൾക്ക്
ഈ ഫിസിക്കൽ വെൽത്തും ഫിനാൻഷ്യൽ വെൽത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നാൽ, മനസ്സിലാക്കി തന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് മാറിയേക്കാവുന്ന ദിവസമായിരിക്കും. അപ്പൊ ഇവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക്. ഈ ഒരു ഫിസിക്കൽ വെൽത്തിനെ വർദ്ധിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നേടിയെടുക്കാം. രണ്ട്, നിങ്ങളുടെ കയ്യിൽ പണമില്ല, ഡോണ്ട് വറി. ഉച്ചയ്ക്ക് ശേഷം പണമില്ലാത്തവർക്കുള്ള സെഷനാണ്. ഏതായാലും കുഴപ്പമില്ല, പണം കയ്യിൽ വേണമെന്ന് യാതൊരു നിർബന്ധമല്ല. ഇങ്ങനെ പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ പണമില്ലാത്തപ്പോൾ പണം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പണമുള്ളപ്പോഴും അത് സാധിക്കില്ല എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് വേണ്ട? പണം വേണമെന്നില്ല. ഓക്കെ, അപ്പൊ പണം കയ്യിലുള്ളവർക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ്. യെസ്. അപ്പൊ എന്റെ ചോദ്യം, ഇവിടെ ഈ ജോലിയുണ്ട്, വരുമാനമുണ്ട്, അല്ലെങ്കിൽ അല്ലെ ഒരു റിട്ടേൺസ് ഉണ്ടെങ്കിൽ കൂടെ കടമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എവിടെയാണ്? യു ആർ ഇൻ സ്ട്രഗ്ലിംഗ്. ഓക്കെ. രണ്ടാമത് സ്റ്റേബിൾ. ജോലി, ബിസിനസ്, വരുമാനമൊക്കെ ഉണ്ട്, കടമൊന്നുമില്ല. പക്ഷെ എന്താണ്? ഇങ്ങനെ പോകും. പ്രത്യേകിച്ച് ജീവിതത്തിൽ നേട്ടങ്ങളൊന്നുമില്ല. രാവിലെ നേരം വിളിച്ച് അല്ലെ എഴുന്നേൽക്കുന്നു, എല്ലാ ദിവസവും പോലെ വൈകുന്നേരം കിടന്നുറങ്ങുന്നു. സ്റ്റേബിൾ. എന്നാലോ കടമൊന്നുമില്ല. ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് എംപ്ലോയീസ് ഉള്ള മേഖല ഇവിടെയാണ്. ഓക്കെ. മൂന്നാമതാണ് സക്സസ്. ജീവിതത്തിൽ എന്ത് വേണമെന്ന് വിചാരിച്ചാലും വാങ്ങാൻ പറ്റുന്ന പണമുള്ള സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് സക്സസ്. ഇന്നൊരു ബെൻസ് എടുത്താലോ? റെഡി? പോവാം, നമുക്കൊരു ബെൻസ് മേടിച്ചിട്ട് അല്ലെ? അത്തരത്തിൽ പണമുള്ള സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് സക്സസ്. നാല്, ഒരുപാട് പണമുണ്ട്, ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം സ്വന്തമാക്കി, ഇനി എന്ത് ചെയ്യണം? സിഗ്നിഫിക്കൻസ്. അതായത് ഗിവിംഗ് ബാക്ക് ടു നേച്ചർ. ഇല്ലാത്തവന് കൊടുക്കണം അല്ലെ? എന്തെങ്കിലും എനിക്ക് വേണ്ടതൊക്കെ ഞാൻ മേടിച്ചു, ഇനി എന്ത് ചെയ്യും പണം? യൂസഫ് അലിയെ പോലെ, കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളിയെ പോലെ, രവി പിള്ളയെ പോലെ അല്ലെ? ഈ സ്റ്റേജിൽ ചോദ്യം, നിങ്ങൾ ഇതിലെവിടെയാണ്? നിങ്ങൾ ഇത്ര നാളും ജീവിച്ചിട്ടും എവിടെ എത്തി? ഇനി ഇതേ ജീവിതം 10 വർഷം മുന്നോട്ട് പോയാലും എവിടെ എത്തും? ഒന്ന് ചോദിച്ച നിങ്ങളോട്. ഇപ്പോൾ എവിടെയാണ്? ഇതേപോലെ തന്നെ 10 വർഷം 2036 ഇതേപോലെ മുന്നോട്ട് പോയാൽ എവിടെ എത്തും? ഇനി ആൻസർ എന്തെങ്കിലും ഉത്തരവുണ്ടോ? ഉണ്ടോ? ഉത്തരമില്ലെങ്കിൽ ഉത്തരം തരാം. വരുന്ന 10 വർഷം ഞങ്ങളുടെ കൂടെ അല്ലെ? അത് ആ 10 വർഷം ആകുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ. അപ്പൊ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ വിശക്കുന്നില്ല. ചായ കുടിച്ചു. ഇതില് ഇന്നൊരു ചെറിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ കോട്ടേജിന്റെ വാടക കൊടുത്തു തുടങ്ങി. വാടക ഓൾറെഡി വാടകയ്ക്ക് കൊടുത്തു തുടങ്ങിയിട്ടില്ല. പക്ഷെ ഈ കമ്പനി ഇത് വാടകയ്ക്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പ്രീ ബുക്കിംഗ് എടുത്തു തുടങ്ങി. അടുത്ത ഓഗസ്റ്റ് മുതൽ വാടകയ്ക്ക് കൊടുത്തു തുടങ്ങുള്ളൂ. ആ പ്രീ ബുക്കിംഗ് എടുത്തു തുടങ്ങിയപ്പോ 20,000 രൂപ വെച്ച് 2,700 പേര് ബുക്ക് ചെയ്തു കമ്പനിയുടെ അക്കൗണ്ടിൽ പൈസ വന്നു. അപ്പൊ എന്താ ഗുണം? അതിന്റെ ഗുണം, ഈ പ്രീ ബുക്കിംഗ് എടുത്തതിന്റെ പേരില് ഈ വാടക കമ്പനിയുടെ കൈ കിട്ടിയപ്പോ ഇതില് ഒരു അഡ്വാൻസ് പേയ്മെന്റ് ആയിട്ട് ഇതിൽ ഇൻവെസ്റ്റേഴ്സിന് ഞങ്ങള് കൊടുത്തു തുടങ്ങി. അപ്പോ ആർക്കും ഒരു ആഗ്രഹം, ആ സന്തോഷം പങ്കുവയ്ക്കാൻ മുമ്പിൽ തൃശ്ശൂരിന് കുറച്ച് എന്തോ ഉണ്ണിയപ്പം കയ്യിൽ വന്നിട്ടുണ്ട്. ആരോ അതൊന്നും കൊടുത്ത്, യെസ്, എല്ലാവർക്കും കൊടുത്ത് ആ സന്തോഷം ഒന്ന് മൂപ്പരൊന്നും ചെയ്തോട്ടെ അല്ലെ? മിസ്റ്റർ സെബാസ്റ്റ്യൻ ആദ്യത്തെ ഞങ്ങളുടെ നവകുമാരൻ ചന്ദനത്തോപ്പിൽ നിന്ന് 96 വിറ്റ് കഴിഞ്ഞപ്പോ ആദ്യം വാങ്ങിയാണ്, ഫസ്റ്റ് വാങ്ങിയാണ് മിസ്റ്റർ സെബാസ്റ്റ്യൻ. ഇത് വാങ്ങിയത് 45 ലക്ഷം രൂപ 2 എണ്ണമാണ്. ഇന്ന് അദ്ദേഹത്തിന് ഗ്രോത്ത് നോക്കി ഒരെണ്ണത്തിന്റെ വില 1,10,00,000 രൂപ. അപ്പൊ 2 എത്ര വിറ്റാൽ കിട്ടും? 2,20,00,000 രൂപ. വാങ്ങിയ വില 45 ലക്ഷം രൂപ. അപ്പൊ 45 ലക്ഷം മൈനസ് 2,20,00,000 എത്ര ലാഭമായി? 2,20,00,000 മൈനസ് 45 ലക്ഷം എത്രയായി? 1,75,00,000 അല്ലെ? ആലോചിച്ച് വെറും 1 വർഷം കൊണ്ട് അദ്ദേഹം നേടിയ ലാഭമാണ്. അന്നൊരു തീരുമാനമെടുത്തു അദ്ദേഹം നടപ്പിലാക്കി. എന്നിട്ട് ഉണ്ണിയപ്പം കൊണ്ട് വന്നേക്ക. ഹലോ, ഇത്രയും ലാഭം ഉണ്ടാക്കിയിട്ട് ഉണ്ണിയപ്പോ ഇതിനടുത്ത തരാന്ന് പറയുന്നത് കൂടുതൽ. യെസ്. അപ്പൊ ആദ്യത്തെ ദിവസത്തിന്റെ പേരിലാണ് ഇത്. അദ്ദേഹം കുറെ പൈസ പാവപ്പെട്ടവർക്ക് മാറ്റിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ലെറ്റർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞാനില്ലെങ്കിലും
ഇത് പാവപ്പെട്ടവർ കൊടുത്തോളം ലെറ്റർ തന്നു കിട്ടും. നല്ലൊരു വ്യക്തിയാണ് നല്ലൊരു കേൾക്കുന്നത്. ഓക്കെ, യെസ്, ഓക്കെ. ഉണ്ണിയപ്പം ആ വഴിക്ക് വന്നോളൂ. ഞാൻ അതും പ്രതീക്ഷിച്ചിരിക്കണ്ട. ഇപ്പൊ അതിന് വലിയ സാധനങ്ങൾ പറഞ്ഞു. ഓക്കെ, യെസ്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച്. അപ്പൊ പറഞ്ഞു എന്താണ്, നമ്മൾ 4 സ്റ്റേജിലുള്ളവരാണ്. ഇതില് 50% ആളുകൾ, ഇപ്പൊ 100 പേര് എടുത്തു കഴിഞ്ഞാൽ അത് 50 പേര് എവിടെയാണ്? മിഡിൽ ക്ലാസ്, അല്ല ലോ ക്ലാസ്. 39 പേര് മിഡിൽ ക്ലാസ്, 10% പ്രീമിയം, 1% അൾട്രാ പ്രീമിയം. അല്ലേ? ഇതിൽ നിങ്ങൾ എവിടെയാണ്? ഒരു നാണക്കേടുള്ള ലോ ക്ലാസ് പറയാനായിട്ട്, അല്ലെ? ഒരു ചടുപ്പില്ല പറയാനായിട്ട്. ഇത്ര 2 കൈയും 2 കാലും കണ്ണും മൂക്കൊക്കെ തന്നിട്ട് ലോ ക്ലാസ് ആണ് പറയാം, അല്ലെ? ഒരു ചടുപ്പ് തോന്നില്ലേ? അപ്പൊ ഇവിടെ ഇങ്ങനെ ദരിദ്രനായി ജനിച്ചത് നമ്മുടെ കുഴപ്പമല്ല. പക്ഷേ ദരിദ്രനായിട്ട് മരിക്കുന്നെങ്കിൽ ആരെ കുഴപ്പ? നിങ്ങൾ മാത്രം കുഴപ്പ, റൈറ്റ്? ദരിദ്രനായിട്ട് ജനിച്ചത് നമ്മുടെ കുഴപ്പമല്ലെങ്കിൽ ദരിദ്രനായിട്ട് മരിക്കുന്നെങ്കിൽ ആരെ കുഴപ്പ? എങ്കിൽ നമുക്ക് പഠിക്കാം, അല്ലെ? നമ്മൾ കേട്ടിട്ടുണ്ടാവും, കയ്യിൽ 1000 ഉള്ളവൻ ധനവാൻ, കയ്യിൽ ലക്ഷമുള്ളവൻ പ്രഭു, ലക്ഷപ്രഭു, കയ്യിൽ കോടിയുള്ളവൻ ഈശ്വരൻ, കോടീശ്വരൻ. എങ്കിൽ നമുക്ക് തുടങ്ങാം, നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. അറിയണേ? അത് ശരിക്കും കോടീശ്വരന്മാരാണ്. ഇത് പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ട് ഇവിടെ ഇന്ന് സംസാരിക്കുമ്പോൾ അങ്ങനെ കോടീശ്വരന്മാരായിട്ടുള്ള ആളുകളെ കാണിച്ച് തന്നിട്ട് നിങ്ങൾ വിടുള്ളൂ. മനസ്സിലായോ? ചുമ്മാ അല്ല, ചുമ്മാ വെറുതെ ഉണ്ടല്ലാത്ത വേണ്ടി പൊട്ടിക്കണതല്ല. ഇവിടെ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ വർഷങ്ങൾ, 1 വർഷം 2 വർഷം എടുത്ത് സമ്പന്നരായ ആളുകളെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനെ നമ്മളിപ്പോ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെ? ഇത് ഒരു എക്കണോമിക് ഇമ്പാക്റ്റ് ആണ്. ഇനി വരാൻ പോകുന്നതും കഴിഞ്ഞു പോയത്. അതായത് 1940-60കളില് ഒരു കുടുംബത്തിന് ജീവിക്കാനായിട്ട് വേണ്ടി വരുന്ന തുക വെറും 10 രൂപ മതിയായിരുന്നു അന്നും. ആരെങ്കിലും ഇടക്കാലത്ത് ജീവിച്ചിരുന്നവർക്ക് അറിയാം. 1940-60കളിൽ ഇത് 60-80കളിൽ വന്നപ്പോ ഒരു കുടുംബത്തിന് ജീവിക്കാൻ 100 രൂപ. ഇത് 80-2000ലേക്ക് വന്നപ്പോ ഒരു കുടുംബത്തിന് ജീവിക്കാൻ 10,000 രൂപ. 2020 വന്നപ്പോ അത് 10,000 രൂപയിട്ടും. ഇനി 2020-2040ലേക്ക് വരുമ്പോ ഒരു കുടുംബത്തിന് ജീവിക്കാൻ 10 ലക്ഷം രൂപയിലേക്ക്, 1 ലക്ഷം രൂപ വേണ്ടി വരുന്ന പറയാം. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്കൊരു ഫാമിലിക്ക് ജീവിക്കാൻ എത്ര രൂപ വേണം? ഇപ്പൊ 2026 ആയിട്ടുള്ളൂ. ഇനി 14 കൊല്ലം എടുക്കാം, അല്ലെ? അപ്പോഴത്തേക്കും 1 ലക്ഷം രൂപ. ഇപ്പൊ തന്നെ എത്രയായി? 50,000-60,000 ആയി കഴിഞ്ഞു. ഇപ്പൊ നിങ്ങള് ഇവിടെ നിന്ന് സംസാരിച്ച 2 ലേഡീസിനെ കണ്ടില്ല? എന്നെ വിളിച്ച ലിൻഡു, ജയശ്രീ. ഇവര് 2000 രൂപയുടെ വാടക വീട്ടിലായി താമസിച്ചത്. ഒരു ദിവസം 2 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വരുമ്പോ ഒരു ദിവസം ഓണത്തിന് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ അരിയില്ല. വൈകുന്നേരം വിളിച്ചിട്ട് പറയും, സാർ 500 രൂപ തരും. ഇവിടെ വന്നിട്ടോട് ചോദിക്കാൻ നാണക്കേടായിരുന്നു. ഭക്ഷണം കഴിച്ചിട്ടില്ല. മനസ്സിലാക്കേണ്ടത്, ഇന്ന് അവരുടെ ഒരു ദിവസത്തെ ഇച്ചിരി ഫോട്ടോ ഒരു ദിവസം, ഒരു മാസത്തെ ചെലവ് 9 ലക്ഷം രൂപ. എങ്ങനെ? വെറും 15,000 രൂപയ്ക്ക് ജീവിച്ചിരുന്ന കുടുംബം ഇന്ന് ഇതാണ് ഈ പറഞ്ഞ സാധനം. ഇവിടെ നിന്നിരുന്ന ഫോട്ടോസ് കിട്ടും. ഒന്ന് കാണിച്ച്. ഇത് ഇവിടെ വരുമ്പോഴുള്ള കോലാണ്ടോ? യെസ്, ഇത് ഇവിടെ വരുമ്പോൾ മുഴുവൻ കാണിക്കും. ലിൻഡു ഒന്ന് വന്നു.
ബാക്കി ഞാൻ ചോദിക്കരുത്. അതെ, അതായത് ഇതെന്താ സംഭവം? ഇതെന്ത് തോന്നുന്നു? 2 കൊല്ലം മുമ്പ് വരുമ്പോ അവസ്ഥ എന്താ? ഞാൻ പറഞ്ഞു വന്നത് ഇതുപോയി. ഞാൻ പറഞ്ഞു വന്നത് പണം നമ്മുടെ കയ്യിലേക്ക് വരുമ്പോ അല്ലെ, അവരൊന്ന് 15,000 രൂപയ്ക്ക് ഒരു മാസം ജീവിച്ചിരുന്നു. ഇന്ന് ഒരു മാസം 9 ലക്ഷം കിട്ടും. കാരണം ഇത് താമസത്തിന് വീടിന്റെ വാടക ഉണ്ടെന്ന് കാറ് 4, ഒരു BMW, ഒരു ഓടി, പിന്നെ 2 കാറ് വേറെ. ഒന്ന് ആലോചിക്കും. ഇത്തരത്തില് എങ്ങനെ മാറി നമുക്ക്? യെസ്, ഇത് മറ്റേ സാധനം വെള്ളപ്പൊക്കത്തില് ക്യാമറ ഒക്കെ നഷ്ടപ്പെട്ട് അമ്മാന്ന് പറഞ്ഞു വന്നതാണ്. അതായത് ഇവര് വരാൻ കാരണം വെള്ളപ്പൊക്കത്തില് എല്ലാം ഒഴിച്ചു പോയപ്പോ ഇവര് മിക്സിനുള്ളിൽ വെള്ളം ഇങ്ങനെ മിക്സി അടിച്ചു. അങ്ങനെ മിക്സി മേടിക്കാൻ വേണ്ടി ഓഫീസിൽ വന്നതാണ്. ഇന്ന് വന്നത് BMW. ക്ലിയറായി? അന്ന് ഒരു മിക്സി മേടിക്കാനായിട്ട് ഞങ്ങൾക്ക് വന്നത് ഇന്ന് അവരുടെ ജീവിതത്തിൽ മാറ്റി. ഞാൻ പറഞ്ഞു വന്നത് പണമില്ലാതെയും പണം ഉണ്ടാക്കാം എന്ന് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റുന്ന 2 പേരാണ് ഇത്. ഇപ്പൊ ഇന്ന് ഇവര് ജസ്പേഡിന്റെ ബ്രാൻഡ് അംബാസഡേഴ്സ് മാറിക്കഴിഞ്ഞു. കാരണം ഒന്നുമില്ലായിരുന്നു. അവരെ രക്ഷപ്പെടുത്തുമ്പോൾ കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, ഇതൊന്ന് 2 പേരടിച്ചാൽ കിട്ടൂല അല്ലെ? അവരെ രക്ഷപ്പെടുത്തുമ്പോൾ കിട്ടില്ല ചേട്ടാ, അത് വേറെ സാധന അല്ലെ? ഒന്ന് ആലോചിച്ചേ, നിങ്ങളൊരാൾക്ക് മനസ്സറിഞ്ഞ് 100 രൂപ 1000 രൂപ കൊടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം കടം വാങ്ങുമ്പോൾ കിട്ടും ഇല്ല അല്ലെ? അത് വേറൊരു ലഹരിയാണ്. യെസ്. അപ്പൊ നമുക്ക് നോക്കാം. ഈ പറഞ്ഞു വന്നെന്താ, ഇങ്ങനെ പോകുമ്പോ 2040 ആവുമ്പോഴേക്കും 1 ലക്ഷം രൂപ വരുമാനം കിട്ടാവുന്ന എന്തെങ്കിലും വകുപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ടോ? ഇപ്പൊ തന്നെ അറിയാം, ഗ്യാസിന്റെ വില കൂടുന്നു അല്ലെ? ഇപ്പൊ ഇനി വരാൻ പോകുന്നത് യുദ്ധം കുറച്ചും കൂടെ സ്ട്രോങ് ആവുമ്പോ പല സാധനങ്ങളുടെയും വില വർദ്ധിക്കും. അപ്പൊ എന്ത് ചെയ്യും? മീൻ ആഴ്ചയിൽ മേടിക്കുന്നത് സാമ്പാറിലേക്ക് ഒതുങ്ങുന്നത്, ചമ്മന്തി 2 കൂടുന്നത് അല്ലെ? അങ്ങനെ എന്ത് ചെയ്യും? ജീവിത ചെലവിന് വലിയ വ്യത്യാസങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ 3 സാധനം ഇത് അറിയാത്തവരൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ക്യാഷ് ഫ്ലോ. ഇത് നമ്മുടെ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടതല്ലാതെ എങ്കിലും ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങൾ പഠിക്കേണ്ട ഒന്നാണ് ഓക്കേഷ്. എന്താണ്? നിങ്ങളുടെ വരുമാനം എത്രയാണോ അതിൽ നിന്ന് ചെലവ് കുറച്ച് ബാക്കി കിട്ടുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ഓക്കേഷ്. ചോദ്യം ഒന്നും കൂടെ പറയാം. വരുമാനം എക്സാമ്പിൾ അർച്ചന ഒരു മാസത്തെ വരുമാനം ഉണ്ട്. ഒരു മാസം 50,000 ചെലവ് ഗോവിന്ദ. ഓക്കെ, അതായത് വരവിൽ നിന്ന് ചെലവ് കുറച്ച് ബാക്കി കിട്ടുന്നതിനെ വിളിക്കുന്ന പേരാണ് ഓക്കേഷ്. എത്ര ഓക്കേഷ് ഉണ്ട് നിങ്ങൾക്ക്? എത്രയുണ്ട് ഓക്കേഷ്? എനിവൺ ഓക്കേഷ് എത്രയുണ്ട്? ഭൂരിഭാഗം പേരുടെയും 0. എങ്കിൽ ഈ ഓക്കേഷ് ഇല്ലാത്തോളത്തോളം കാലം ഇപ്പോ, അതായത് ഇപ്പൊ ഇങ്ങനെ ആണെങ്കിൽ ഒരു 60 വയസ്സ് കഴിയുമ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ 60 വയസ്സ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ നേരത്തെ പറഞ്ഞ ഫിസിക്കൽ ഹെൽത്ത് എന്താ? ഇതേപോലെ മരണം വരെ ജീവിക്കാനുള്ള പണം അല്ലേ ഉണ്ടോ? ഇപ്പത്തിന് എന്തില്ല? വരവീന്ന് ചെലവ് കുറച്ച് ബാക്കിയൊന്നുമില്ല അല്ലെ? രണ്ടാമത്തത് ഇൻവെസ്റ്റിംഗ്. എത്ര രൂപയുടെ അസറ്റ് നിങ്ങൾക്കുണ്ട്? നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിലും വരുമാനം നേടിത്തരുന്ന എന്തെങ്കിലും അസറ്റ് ഉണ്ടോ? അല്ലെ? ഇതുണ്ട് നിങ്ങൾക്ക്. എന്ത്? എഫ് ലോൺ അല്ലെ? അപ്പോ ഈ ലോണാണ് നമ്മളെ കൊണ്ട് ഏറ്റവും കൂടുതൽ ഇന്ന് ബാങ്കുകാർ ജീവിക്കുന്ന ആരെക്കൊണ്ടാന്ന് അറിയോ? ആരെക്കൊണ്ടാ? എഫ് ക്യാഷ്. അതായത് നമുക്ക് എന്ത് തരും? ഒരുപാട് ഓപ്ഷൻസ് ആണ്. നമ്മുടെ പൈസ മൊത്തം ആര് പഠിച്ചിട്ടുണ്ടോ? ബാങ്കുകാർ ജീവിക്കും മിഡിൽ ക്ലാസ്സിനെ കൊണ്ട്. അതായത് നമുക്ക് എത്ര ക്ലാസ് ആൾക്കാരെന്ന് പഠിച്ച എത്ര ക്ലാസ് ആണുള്ളത്? 1 ലോ ക്ലാസ്, 2 മിഡിൽ ക്ലാസ്, 3 പ്രീമിയം, 4 അൾട്രാ പ്രീമിയം. ഇതില് പ്രീമിയത്തിനും അൾട്രാ പ്രീമിയത്തിനും ലോൺ വേണ്ട. ലോ ക്ലാസ്സിന് ലോൺ കൊടുക്കില്ല. എന്താ കാരണം? തിരിച്ചടക്കാൻ പറ്റില്ല. സിവിൽ സ്കോർ കൊടുക്കില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ ബാങ്കുകാർ ജീവിക്കുന്ന ആരെക്കൊണ്ടാണ്? മിഡിൽ ക്ലാസ്സിനെ കൊണ്ട്. അതുകൊണ്ട് ബാങ്കുകാരെ ജീവിപ്പിക്കും. നിങ്ങൾക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കേ.